എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിനെ കുറിച്ചാണ്. അതിലത്തെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ. അതിൻ്റെ ഫ്ലൂയിഡ്സിൻ്റെ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് റെസ്റ്റിലും അവ മോഷനിലായിരിക്കാം. ഇനി സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നാണ്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റിന് നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. ഇനി സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വേർ പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡേർഡ്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് മോഷനിലാണ്, അവിടെ പ്രഷർ ഫോഴ്സസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്നും, പ്രഷർ ഫോഴ്സസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നും പറയും. അപ്പോൾ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വേർ പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡർ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നും പറയും. ഇനി നമുക്ക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, വേപ്പർ പ്രഷർ, കാപ്പിലാരിറ്റി, കാവിറ്റേഷൻ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ ഫ്ലൂയിഡ്സിന്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി റോ എന്ന് പറയുന്നത്? ദ മാസ് പെർ യൂണിറ്റ് വോളിയം. മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ യൂണിറ്റ്. മാസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി റോ എന്ന് പറയുന്നത്. മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വൈൽ ഇറ്റ് ഈസ് 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഫോർ എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രഷർ. അപ്പോൾ വാട്ടറിൻ്റെ മാസ് ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും എയറിൻ്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. വാട്ടറിൻ്റെ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസും എയറിൻ്റെ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയത്തിനെയാണ് മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി. എന്താണ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയത്തിനെയാണ് നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? W എന്നുള്ള സിമ്പൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W = റോ ഇൻറ്റു G എന്ന് കിട്ടും. ഓക്കെ, മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. സോ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. W = റോ G. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം, അതിൻ്റെ റേഷ്യോനാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്പെസിഫിക് വോളിയം. എന്താണ് സ്പെസിഫിക് വോളിയം? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഓക്യുപ്പൈഡ് ബൈ എ യൂണിറ്റ് മാസ്. ഒരു യൂണിറ്റ് മാസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോളിയം പെർ യൂണിറ്റ് മാസ് ഓഫ് എ ഫ്ലൂയിഡ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഫ്ലൂയിഡ്. സോ 1/ρ എന്ന് പറയില്ലേ. അതായത് മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ആണ്. സോ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താ? 1 മാസ് ഡെൻസിറ്റിനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വോളിയം = 1/ρ, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഓക്യുപ്പൈഡ് ബൈ എ യൂണിറ്റ് മാസ്. അപ്പോൾ അതിനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ഓഫ് ദി വെയിറ്റ്, ഒരു ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി ടു ദി വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ വെയിറ്റ് നമുക്കറിയാം, അതും വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്, അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഫോർ ലിക്വിഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറും, ഗ്യാസസിൻ്റെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയറുമാണ്. നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നും വിളിക്കാറുണ്ട്. അതിന് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ S. ഓക്കെ, അപ്പോൾ S ഫോർ ലിക്വിഡ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. S ഫോർ ഗ്യാസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ ഗ്യാസ് എന്തായിരിക്കും? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എയർ. അപ്പോൾ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഒരു ലിക്വിഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കിട്ടും. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി തരും, എന്നിട്ട് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് = സ്പെസിഫിക് ഗ്രാവിറ്റി × 1000 × 9.81 Newton per meter cube.
അതേപോലെ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ എസ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 kg/m³. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. Specific gravity of a fluid is not, then the density of the fluid will be equal to specific gravity of the fluid multiplied by the density of water. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് അറിയാമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയായിരിക്കും? 13.6 × 1000, 13,600 kg/m³. അതാണ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ സബ്സ്റ്റൻസസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ 1 ആണ്, ബ്ലഡ് 1.05, സീ വാട്ടർ 1.025, ഗ്യാസോലിൻ 0.7, ഈഥൈൽ ആൽക്കഹോൾ 0.79, മെർക്കുറി 13.6, വുഡ് 0.3 to 0.9, ഗോൾഡ് 19.2, ബോൺസ് 1.7 to 2, ice 0.92, air at 1 atmosphere 0.0013. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് വിസ്കോസിറ്റി ആണ്. എന്താണ് വിസ്കോസിറ്റി? അതായത് ഇത് ഒരു എന്താ പറയുക, റെസിസ്റ്റൻസ് ടു ദി മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് എ ഫ്ലൂയിഡ് ഓവർ അനദർ ലെയർ ഓഫ് ദ ഫ്ലൂയിഡ്. ആ ഒരു റെസിസ്റ്റൻസിനെ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദി മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് എ ഫ്ലൂയിഡ് ടു ഓവർ ദി അനദർ അഡ്ജസ്റ്റൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ്. ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ ഓഫ് ഫ്ലൂയിഡ് മൂവ് ചെയ്യാനുള്ള അതിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ. ഇറ്റ് ഈസ് ദ ഡിഫോർമേഷനുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ്, ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡിന് മറ്റൊരു അനദർ ലെയർ ഓഫ് ഫ്ലൂയിഡിൻ്റെ മുകളിൽ മൂവ്മെൻറ്റിനുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുക, ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താ? ഷിയർ സ്ട്രെസ് ഓൺ എ ഫ്ലൂയിഡ് എലമെൻറ്റ് ലെയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്നാണ്. du/dy എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്. du/dy എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ മ്യൂ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് അതിനെ പറയുന്നത്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. സോ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. അതിനെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കാൻ ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്ന ഏതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നൊക്കെ. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡൈനാമിക് വിസ്കോസിറ്റിയും ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയാറാണ്. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ചോദിക്കാറുണ്ട് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³. μ/ρ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് കിട്ടും. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വാരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ വിസ്കോസിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചറായിട്ട് വാരി ചെയ്യുന്നത്? ലിക്വിഡ്സിലും ഗ്യാസസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ലിക്വിഡ്സിൻ്റെ കേസിലാണെങ്കിൽ വിസ്കോസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഓപ്പോസിറ്റ്ലി ആണ് പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റി കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ഇനി ഇൻകംപ്രസിബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. പ്രഷറിൻ്റെ കേസിൽ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലിക്വിഡ്സിൻ്റെ കേസിൽ കോഷൻ ആൻഡ് മൊമെൻറ്റം ട്രാൻസ്ഫർ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിൽ എങ്ങനെ വിസ്കോസിറ്റി വാരി ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ച് ഗ്യാസിൻ്റെ കേസിൽ എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഗ്യാസിൻ്റെ കേസിൽ. ലിക്വിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റി ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻകംപ്രസിബിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്ത്. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ടെക് വിൻഡോ